നമസ്കാരം. ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. IAS കോച്ചിംഗ് സെന്ററിലെ അപകടം, 5 പേർ കൂടി അറസ്റ്റ്. റാവു സിവിൽ സർവീസ് കോച്ചിംഗ് സെന്ററിൽ വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ച സംഭവത്തിൽ 5 പേർ കൂടി അറസ്റ്റിൽ. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 7 ആയി. ചട്ടങ്ങൾ ലംഘിച്ചാണ് കോച്ചിംഗ് സെന്റർ പ്രവർത്തിച്ചിരുന്നതെന്ന് ഡൽഹി കോർപ്പറേഷൻ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. ഇതിനിടെ വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് MP-മാരായ വി ശിവദാസനും മാണിക്കം ടാഗോറും ഇരുസഭകളിലും അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിരുന്നു. പാർലമെന്റ് നിർത്തിവച്ച് വിഷയം ചർച്ച ചെയ്യണമെന്നും കുറ്റക്കാർക്കെതിരെ നരഹത്യക്ക് കേസെടുക്കണമെന്നും ഹൈബി ഈഡൻ MP പറഞ്ഞു. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ശശി തരൂർ MPയും ആവശ്യപ്പെട്ടു. മദ്രസ അധ്യാപക ക്ഷേമനിധി സർക്കാർ ഗ്രാന്റ് മുടങ്ങിയിട്ട് 8 വർഷം. മദ്രസ അധ്യാപക ക്ഷേമനിധിയിലേക്കുള്ള സർക്കാർ ഗ്രാന്റ് ലഭിക്കാതായിട്ട് 8 വർഷം. UDF ഭരിച്ചിരുന്ന 2015-16 അവസാനമായി ക്ഷേമനിധിയിലേക്ക് സർക്കാർ ഗ്രാന്റ് നൽകിയിരുന്നത്. 3.75 കോടിയാണ് സർക്കാർ അനുവദിച്ചത്. പിന്നീട് വന്ന ഇടതു സർക്കാർ ഇതുവരെ ഗ്രാന്റ് അനുവദിച്ചില്ല. മദ്രസ അധ്യാപകരും മാനേജ്മെന്റ് കമ്മിറ്റിയും മാസാമാസം ക്ഷേമനിധിയിലേക്ക് നൽകുന്ന വിഹിതം പലിശരഹിത അക്കൗണ്ടിൽ ട്രഷറിയിൽ നിക്ഷേപിച്ചിരിക്കുകയാണ്. ഈ നിക്ഷേപത്തിന് ഇൻസെന്റീവായി 4 കോടി രൂപ 2022 ക്ഷേമനിധിയിലേക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനിയും കണ്ടു നിൽക്കാനാവില്ല, ഇടപെടും. ഇസ്രായേലിന് ഉർദുഗാന്റെ മുന്നറിയിപ്പ്. ഫലസ്തീനിൽ ഇടതടവില്ലാതെ കൂട്ടക്കുരുതിയും നരവേട്ടയും തുടരുന്ന ഇസ്രായേലിൻ മുന്നറിയിപ്പുമായി തുർക്കി. ഫലസ്തീനിൽ ആക്രമണം തുടരുന്നത് കണ്ടു നിൽക്കാനാകില്ലെന്നും കയറി ഇടപെടുമെന്നും തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്യിബ് എർദോഗാൻ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകി. ലിബിയയിലും മറ്റ് ഇതര സ്ഥലങ്ങളിലും ഇടപെട്ട ചരിത്രം ഇസ്രായേലിലും ആവർത്തിക്കേണ്ടി വരുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തുർക്കിയുടെ പ്രതിരോധ മേഖലയെ പ്രശംസിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ്. ഒളിമ്പിക്സിൽ അക്കൗണ്ട് തുറന്ന് ഇന്ത്യ. ഷൂട്ടിങ്ങിന് മനു ഭാക്കറിന് വെങ്കലം. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ആദ്യ മെഡൽ. ഷൂട്ടിങ്ങിൽ മനു ഭാക്കറാണ് ഇന്ത്യക്കായി വെങ്കല മെഡൽ നേടിയത്. വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റളിൽ 221.7 പോയിന്റ് നേടിയാണ് മനു ഭാക്കർ ഇന്ത്യക്കായി വെങ്കലം കരസ്ഥമാക്കിയത്. യോഗ്യതാ റൗണ്ടിൽ 3ാം സ്ഥാനവുമായാണ് മനു ഭാക്കർ ഫൈനലിലേക്ക് പ്രവേശിച്ചത്. യോഗ്യതാ റൗണ്ടിലെ മികച്ച പ്രകടനം ആവർത്തിച്ച മനു ഭാക്കർ പാരീസിൽ ഇന്ത്യക്കായി ആദ്യ മെഡൽ നേടി. ഇതോടുകൂടെ വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.